ഞാൻ ഇങ്ങനെയെല്ലാം എത്താൻ വേണ്ടിയിട്ടുള്ളൊരു കാരണം എൻ്റെ 10ാമത്തെ വയസ്സിൽ നമ്മുടെ നമ്മുടെ കേരളത്തിലെ ഒരു വലിയ മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിച്ച കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന KPSC ബാലതാരമായി അശ്വമേധ നാടകത്തിൽ അഭിനയിച്ചു. ആണോ? അതെ, ഏതായിരുന്നു കഥാപാത്രം? അശ്വമേധ നാടകത്തിലെ ബാലതാരം സത്യൻ എന്ന് പറയുന്ന ഒരു വേഷമായിരുന്നു. പിന്നെ ഒരുപാട് അങ്ങനെയല്ല, അതൊരു എന്താ ആ നാടകത്തിന്റെ ഒരു തീം, അതിന്റെ ഒരു കുഷ്ഠരോഗ എന്താ പറയുന്നത്, കുഷ്ഠരോഗം വരുന്ന ഒരു ഫാമിലി, ആ രോഗമായതിന്റെ പേരിൽ കല്യാണം പറയുന്ന സഹോദരി. അപ്പോൾ ആ സഹോദരിയെ കാണാൻ വേണ്ടിയിട്ട് ലെപ്രസി സാനിറ്റോറിയത്തിൽ ചെല്ലുന്ന ജ്യേഷ്ഠ സഹോദരന്റെ കൂട്ടത്തിൽ സഹോദരിയെ കാണാൻ എനിക്ക് ഇന്നും ഭയങ്കര ഫീൽ ചെയ്യുന്ന ഒരു രംഗം അതാണ്. ആ ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കാണുമ്പോൾ ഓടി അടുത്തോട്ട് ചെല്ലുമ്പോൾ ചേച്ചി തന്നെ നമ്മളെ മാറ്റി നിർത്തുകയാണ്. എന്താണ്, അന്ന് തൊടാൻ പാടില്ല, അന്ന് ഇതിങ്ങനെ പകരും എന്നൊക്കെ പറഞ്ഞ ഒരു കുഷ്ഠരോഗികളെ പ്രത്യേകമായ ഒരു സെല്ലിലേക്ക് മാറ്റിയിടുന്ന സാഹചര്യത്തിൽ നിൽക്കുന്ന അത്രയും അവിടെയൊക്കെ നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ ഒരു ചെറിയ പ്രായത്തിൽ ഈ എന്താ പറയുന്നത് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. പക്ഷേ അത് എത്ര വയസ്സുണ്ടാവും ബാലതാരമായിട്ട്? ഞാൻ 10ാം വയസ്സിൽ തുടങ്ങി. 10ാമത്തെ വയസ്സിൽ ബാലതാരമായ ആളാണ്. KPSC. പിന്നീട് അഭിനയത്തോട് ശ്രദ്ധിച്ചില്ലേ? ഉണ്ട്. ഞാനത് കഴിഞ്ഞ് 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ 15ാമത്തെ വയസ്സെത്തിയപ്പോൾ 10ാം ക്ലാസ്സിലെ പരീക്ഷയൊക്കെ എഴുതണം, പാസ്സാകണം എന്നുള്ള സാഹചര്യം വന്നപ്പോൾ വീട്ടുകാർ തന്നെ, അന്ന് KPSC നമ്മുടെ വീടിനോട് ചേർന്നുള്ള സ്ഥാപനമാണ്, അപ്പം ആ ഒരു സാഹചര്യം കൊണ്ട് പറഞ്ഞ് അങ്ങനെ ഞാൻ എന്താ പറയുന്നത് ഓണപരീക്ഷയ്ക്ക് ശേഷം ഈ നാടകത്തിൽ നിന്ന് വിട്ടുനിന്നു. അതിനുശേഷം പ്രീ ഡിഗ്രി ബാച്ചിൽ അങ്ങനെ പഠിച്ച് ഇന്ന് അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് ഒട്ടുമിക്ക ആളുകളും ഇന്ന് ഈ പറയുന്ന സീരിയൽ സിനിമാ രംഗങ്ങളിലെല്ലാം പ്രഗത്ഭരായി നിൽക്കുന്ന ആളുകൾ. അതായത് ഒരു പക്ഷേ കേരളത്തിൽ മിസ് ചെയ്തിരിക്കുന്ന ഒരു ടെലിവിഷൻ സിനിമാ താരമാണ്. അല്ല, ഞാൻ 2 സിനിമയിൽ അഭിനയിച്ചു. സിനിമാ താരമാണോ? അതെ. ഇടയ്ക്ക് ചെറിയ മറ്റേ ഷോർട്ട് ഫിലിമുകൾ ഉണ്ടായിരുന്നു, അതിലൊക്കെ ചെറിയ വേഷങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സുദേവൻ സാറിന്റെ കള്ളന്റെ മകൻ, അതിനകത്ത് വളരെ രസകരമായൊരു പ്രത്യേകതയുണ്ട്. ഒരുപക്ഷെ ഈ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായി ഞാൻ വരുമ്പോൾ ഈ മണ്ഡലത്തിലുള്ള ഏറ്റവും പ്രസിദ്ധമായ ആനേടി ക്ഷേത്രത്തിലെ തിരുവേനിയായിട്ടാണ് ഞാൻ ഈ കള്ളന്റെ മകൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചത്. അപ്പോൾ അതിനകത്തൊരു വേറെ രസകരമായ കാര്യം വേറെയുണ്ട്. ഞാനും നമ്മുടെ അനൂപ് ചന്ദ്രനും ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ ചെന്ന് ആ അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ മേക്കപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ണൊക്കെ അടച്ചിരുന്ന് മേക്കപ്പ് ചെയ്ത് കണ്ണു തുറന്ന് നോക്കുമ്പോൾ തൊട്ടടുത്ത് അനൂപ് ചന്ദ്രൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനൂപ് ചന്ദ്രനാണ് അതിൽ, ഞാൻ തിരുവേനിയും അദ്ദേഹം അതിൻ്റെ കഴകക്കാരനുമാണ്. അപ്പോൾ ആ 2 വേഷങ്ങളാണ്. അപ്പോൾ അന്ന് നമ്മളോട് സ്നേഹത്തോടെ ചേർത്ത് നിർത്തി ചില കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. അപ്പോൾ ആ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഷൂട്ട് ചെയ്യേണ്ട അമ്പലം വരെ ഒരു അല്പം ദൂരമുണ്ട്. അപ്പം ഈ പറയുന്ന തിരുവേനിയുടെ വേഷം അറിയാമല്ലോ. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായി തിരുവേനി വേഷം കിട്ടുമ്പോൾ ഈ ഉടുപ്പും ഷർട്ടും ഒന്നും ഇടാൻ പറ്റുന്നില്ല, പൂണൂലും മറ്റേ താറൊക്കെ കൊടുത്തു വേണം. അപ്പൊ ആദ്യമായി ഡ്രസ് ഇല്ലാതെ അഭിനയിക്കേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പൊ ഇത്രയും ആളുകളുടെ മുമ്പിൽ കൂടെ ഈ എന്താ കോണമൊക്കെ കൊടുത്ത് നടന്നുപോയി ആ ക്ഷേത്രം വരെ ചെല്ലാൻ എനിക്ക് ഭയങ്കര ഒരു നാണക്കേട് തോന്നി. ഒരു വല്ലാത്ത, പിന്നെ ഒരു ഷാളൊക്കെ എടുത്ത് പുതച്ചുകൊണ്ടാണ് അവിടെ ചെന്നത്. അപ്പൊ അതെന്നെ സംബന്ധിച്ച് ഇപ്പൊ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്നപ്പോ ഒരു എന്താ പറയുന്നത് ഒരു വലിയ നിമിത്തമായി, ഒരു അനുഗ്രഹമായി ഒക്കെ എനിക്കത് തോന്നുന്നുണ്ട്. കാര്യം എന്താ പറയുന്നത്, അങ്ങനെ ഒരു ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രത്തിൻ്റെ ശാന്തിക്കാരനായിട്ട് ഒരു സിനിമയിൽ ആദ്യമായി വേഷം ചെയ്തിട്ട് അതേ സ്ഥലത്ത് തന്നെ വീണ്ടും ഒരു പാർലമെന്റ് മെമ്പറായി മത്സരിക്കാൻ കിട്ടിയ അവസരത്തെ അങ്ങേയറ്റം സന്തോഷത്തോടുകൂടി. എങ്ങനെ പൊതുവെ വിശ്വാസിയാണോ അതോ നിങ്ങൾ? എനിക്ക് അന്ധമായ വിശ്വാസമില്ല, പക്ഷെ അത്യാവശ്യം എല്ലാ വിശ്വാസികളോടും എനിക്ക് ഉത്സവ പരിപാടികളിലെല്ലാം. അതെ. എൻ്റെ നാട്ടില് പരിപാടികളിലെല്ലാം എൻ്റെ നാട്ടില് ഒരു ക്ഷേത്രമുണ്ട്, കൃഷ്ണവരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ചെറുപ്പത്തിലെ അതിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ നിന്നിട്ടുള്ളതാണ്. കൃഷ്ണവരം കൊട്ടാരം, ചരിത്രപ്രസിദ്ധമായ ഒരു കൊട്ടാരമുണ്ട്. അവിടെ ഒരു ഗ്രന്ഥശാലയുണ്ട്. ഞാൻ ഇന്നും അതിൻ്റെ സെക്രട്ടറിയാണ്. ഞാൻ 22 വർഷക്കാലമായി പ്രൊഫസർ S. ഗുപ്തൻ നായരുടെ പേരിൽ ഉള്ള, അദ്ദേഹം ജനിച്ചു വളർന്ന നാടാണ്. അദ്ദേഹം ആ നാടിന് സമ്മാനിച്ച 5 സെന്റ് സ്ഥലത്ത് ആ ഗ്രന്ഥശാലയുണ്ട്. ഇന്നും അതിൻ്റെ സെക്രട്ടറി ആയി ഇരിക്കുകയാണ്. അതുകൊള്ളാം. വളരെ ലളിതമായ തുടക്കം, നാടകങ്ങളിലൂടെ വന്ന് സിനിമയിലൂടെ വന്ന് അല്ലേ, അങ്ങനെ ഒരു ഇമേജ് കൂടി അരുണുണ്ട് എന്നുള്ളത്. കലാകാരനായ ഒരു സ്ഥാനാർത്ഥിയാണ് മാവേലിക്കരയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവകാശികൾ എന്ന് പറയുന്നിട്ട് നമ്മുടെ എന്നരുണ്ടെ ഒരു സിനിമയുണ്ട്. അതിലൊരു പോലീസുകാരൻ്റെ വേഷമാണ്. ഇതൊക്കെ മാറ്റിയിട്ട് ഒരു പോലീസുകാരൻ്റെ വേഷത്തിലാണ്. നമുക്ക് ഇത്തവണ 2 സിനിമാ താരങ്ങളുണ്ട്. ഒന്ന് തൃശ്ശൂരിൽ സുരേഷ് ഗോപി, ഒന്ന് മാവേലിക്കരയിൽ അരുണുമാണ്. അപ്പോൾ കൊള്ളാം. അപ്പോൾ ഒരുപക്ഷെ